ഈ മാസം 30-ന് പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി ജലമേളയിൽ ചുണ്ടൻ വള്ളങ്ങളടക്കം 71 വള്ളങ്ങളാണ് മത്സരത്തിൽ മാറ്റൊരുക്കുന്നത്. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും അടക്കം നിരവധി വിശിഷ്ട അതിഥികളാണ് മത്സരം കാണാൻ പുന്നമടക്കായലിൽ എത്തുന്നത്. റിപ്പോർട്ട് കാണാം. റിപ്പോർട്ടോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാവുകയാണ്. ഇനി സമഗ്ര വാർത്തകളുമായി ഈവനിംഗ് റൗണ്ടപ്പിൽ വിനീഷ ചേരും. നമസ്കാരം. വള്ളംകളി പ്രേമികളെ തുള്ളിക്കളിയപ്പന്മാരെ തുള്ളി തുള്ളി പെയ്യും മഴ തുള്ളിൽ വന്നു വീഴും വരെ വള്ളംകളി പ്രേമികളെ തുള്ളിക്കളിയപ്പന്മാരെ 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള വള്ളങ്ങളാണ് ഇത്തവണ നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയ വില്ലേജ് ബോട്ട് ക്ലബ് തുഴയുന്ന വിയപുരം ചുണ്ടനിലാണ് ഇത്തവണയും കരക്കാർക്ക് പ്രതീക്ഷ. എന്നാൽ കഴിഞ്ഞ വർഷത്തെ വിജയികളായ മേപ്പാടം ചുണ്ടനും കപ്പടിക്കാൻ എത്തുന്നുണ്ട്. കൂടാതെ നടുഭാഗം, ചെറുതന, കാരിച്ചാൽ, കരുവാറ്റ, ചമ്പക്കുളം, നിരണം, പായിപ്പാട് എന്നീ ചുണ്ടൻ വള്ളങ്ങളും തീവ്ര പരിശീലനത്തിലാണ്. ഓരോ ചുണ്ടൻ വള്ളത്തെയും സ്പോൺസർ ചെയ്യുന്നതിനു വേണ്ടി വമ്പൻ കമ്പനികളാണ് രംഗത്ത് വന്നിട്ടുള്ളത്. പഴയകാലത്ത് ഓരോ കരകളിൽ നിന്നായിരുന്നു വള്ളങ്ങൾ മത്സരത്തിന് എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഓരോ ചുണ്ടൻ വള്ളത്തെയും ക്ലബ്ബുകളെയും സ്പോൺസർ ചെയ്യാൻ വലിയ വലിയ കമ്പനികൾ എത്തിത്തുടങ്ങി. വിജയസാധ്യതയുള്ള ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് ഇവർ വരുന്നത്. ഓരോ വർഷവും ഒരു ചുണ്ടൻ വള്ളത്തിന് നെഹ്റു ട്രോഫി മത്സരത്തിനായി 2 കോടിയോളം രൂപ ചെലവ് വരും. പഴയകാലത്ത് തുഴച്ചിൽക്കാർക്ക് പ്രതിഫലം നൽകാറില്ല. എന്നാൽ ഇപ്പോൾ കഥയാകെ മാറി. ഓരോ തുഴച്ചിൽക്കാരൻ്റെയും കൈക്കരുത്തിനനുസരിച്ചാണ് പ്രതിഫലം. കോടികൾ മുടക്കിയുള്ള മത്സരത്തിൽ ആര് കപ്പടിക്കും എന്നതാണ് വള്ളംകളി പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.